സാന്റോസ് ഫ്ലമാംഗോയോട് തോറ്റ് നെയ്മറിന് കടുത്ത വിമർശനം. ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ സാന്റോസ് ഒരു ഗോളിന് പിന്നിലായിരുന്നു. ഹാഫ് ടൈം ഇന്റർവ്യൂ നൽകി നെയ്മർ സഹതാരങ്ങൾ തനിക്ക് പാസ് നൽകില്ലെന്ന് പരാതി പറയുകയും തനിക്ക് പന്ത് നൽകിയാൽ മാത്രമാണ് ഗോൾ നേടാൻ സാധിക്കുകയുള്ളൂ എന്നും അഭിപ്രായപ്പെട്ടു. രണ്ടാം പകുതിക്ക് ശേഷം വീണ്ടും 2 ഗോൾ കൂടി സാന്റോസ് വഴങ്ങി. ടീം മൂന്നാം ഗോൾ വഴങ്ങിയതോടെ 83-ാമത്തെ മിനിറ്റിൽ പരിശീലകൻ നെയ്മറെ പിൻവലിക്കുകയായിരുന്നു. എന്നാൽ തന്നെ പിൻവലിച്ചതിനെ നെയ്മർ പരിശീലകനോട് അപ്പോൾ തന്നെ അനിഷ്ടം പ്രകടിപ്പിക്കുകയും തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ നെയ്മറെ സബ് ചെയ്ത ഉടനെ 2 ഗോളും 3 മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചടിച്ച് സാന്റോസ് വലിയൊരു തിരിച്ചുവരവാണ് നടത്തുന്നത് എന്ന് തോന്നിച്ചെങ്കിലും അപ്പോഴേക്കും നിശ്ചിത സമയം അവസാനിച്ചിരുന്നു. ഒരു ക്യാപ്റ്റൻ സഹതാരങ്ങളോട് ഈ രീതിയിൽ പെരുമാറാൻ പാടില്ല എന്ന കടുത്ത വിമർശനമാണ് താരം നേരിടുന്നത്. പരിക്ക് കാരണം നെയ്മറിന് അധികം അവസരങ്ങൾ കിട്ടുന്നില്ല എന്നതും ടീമിലെത്തുമ്പോൾ ആരാധകരുടെയും സഹതാരങ്ങളുടെയും പിന്തുണ തനിക്ക് ലഭിക്കുന്നില്ല എന്നതും നെയ്മറിന്റെ പരാതിയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ നെയ്മറിന്റെ ഒരു തിരിച്ചുവരവിന് ഇനി അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. എന്നാൽ അത്ഭുതങ്ങൾ കാണിക്കാൻ നെയ്മറിന് സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരുടെയും കണക്കുകൂട്ടൽ. സാന്റോസ് ആവട്ടെ ബ്രസീൽ ലീഗിൽ അവസാന സ്ഥാനങ്ങളിൽ തരം താഴ്ത്തൽ ഭീഷണി നേരിടുകയാണ്.